പ്രണയിനി ഭാഗം 32. ഹാളിലെ വലിയ ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരിക്കുകയാണ് ആ വീട്ടിലെ എല്ലാവരും. ശോഭയുടെ ഒരു ഭാഗത്ത് കീർത്തിയും മറുഭാഗത്ത് ആരുവും ചെന്നിരുന്നപ്പോൾ ചെറുചിരിയോടെ എഡ്ഡി ആരുവിൻ്റെ അടുത്തും അപ്പോൾ കീർത്തുവിൻ്റെ അരികിലുമായി പോയിരുന്നു. ബാക്കി വന്ന 2 സീറ്റിൽ ശില്പയ്ക്കൊപ്പം ഇരിക്കുമ്പോൾ നന്ദൻ്റെ മുഖം ദേഷ്യം കൊണ്ട് നിറഞ്ഞിരുന്നു. എന്താ എല്ലാവരും നോക്കിയിരിക്കുന്നേ? ഭക്ഷണം കഴിക്കും മക്കളെ. ശോഭ അതും പറഞ്ഞ് വിളമ്പാനായി കൈ ഉയർത്തിയപ്പോൾ തന്നെ കീർത്തു അവരുടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു. ഇന്ന് അമ്മ വിളമ്പേണ്ട, ഓരോരുത്തർ അവരവരുടെ ചെക്കന്മാർക്ക് വിളമ്പിക്കൊടുക്കട്ടെ. അമ്മയ്ക്ക് ഞാനും ആരുവും ഒരുമിച്ച് വിളമ്പിത്തരാം. കുസൃതിയോടെ കീർത്തു പറഞ്ഞപ്പോൾ അവരിൽ എല്ലാവരിലും അത് ചിരിവിരിച്ചുവെങ്കിലും നന്ദൻ ദേഷ്യത്തിൽ തന്നെയായിരുന്നു. അവനെയോ അവൻ്റെ ദേഷ്യത്തെയോ അവിടെയുള്ളവർ ആരും ശ്രദ്ധിച്ചതുമില്ല. പക്ഷേ ശില്പയ്ക്ക് അവനിലെ ദേഷ്യവും അതിൻ്റെ കാരണവുമൊക്കെ വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. അങ്ങനെ കീർത്തുവും ആരുവും ശോഭയ്ക്ക് വിളമ്പിക്കൊടുത്തതിനു ശേഷം പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് ആരു എഡ്ഡിക്കും കീർത്തു അപ്പൂനും വിളമ്പി. ഇത് കണ്ട ശില്പ പതിയെ ആഹാരം എടുത്ത് നന്ദന് വിളമ്പിക്കൊടുത്തപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ തങ്ങളിലാണെന്ന് കണ്ട നന്ദൻ ഒന്നും മിണ്ടാതെ വേഗത്തിൽ കഴിക്കാൻ തുടങ്ങി. ശില്പ അവനെ പ്രണയത്തോടെ നോക്കിയിരുന്നു. എന്നാൽ നന്ദൻ ആരെയും നോക്കാതെ വേഗം ഭക്ഷണം കഴിച്ച് കൈ കഴുകാനായി എഴുന്നേറ്റപ്പോൾ ശില്പയും എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തിക്കൊണ്ട് അവൻ്റെ പിറകെ ചെന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഒരു ഫോൺ വന്നപ്പോൾ അപ്പു അവരോട് പറഞ്ഞുകൊണ്ട് മേലേക്ക് പോയി. പിന്നാലെ എളിച്ചുകൊണ്ട് കീർത്തുവും ഓടിച്ചെല്ലുന്നത് കണ്ട ആരു ശോഭയുടെ മടിയിൽ കിടന്നുകൊണ്ട് ചിരിച്ചു. അടുത്ത് തന്നെ എഡ്ഡിയും ഉണ്ടായിരുന്നു. മോളെന്താ ഇങ്ങനെ കിടക്കുന്നത്? ഈ മോൻ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്? എല്ലായിടവും ഒന്ന് കാണിച്ചു കൊടുത്തു വാ. അപ്പോഴേക്കും അമ്മ ഒന്ന് അപ്പുറം വരെ പോയി വരാം. ആരുവിനെ തന്നെ നോക്കിയിരിക്കുന്ന എഡ്ഡിയെ ഒന്ന് നോക്കിക്കൊണ്ട് ശോഭ പറഞ്ഞപ്പോൾ ആരു പതിയെ തലയാട്ടിക്കൊണ്ട് അവരുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു. അപ്പോൾ ശോഭ അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ച ശേഷം രണ്ടാളെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അവരുടെ കണ്ണുകൾ അപ്പോൾ എന്തിനോ വേണ്ടി നിറഞ്ഞിരുന്നു. ഇതേസമയം ശോഭ പോയപ്പോൾ ആരു എഡ്ഡിയെ ഒന്ന് നോക്കിക്കൊണ്ട് നിലത്ത് നിന്നും എഴുന്നേറ്റു. എഡ്ഡിച്ചൻ വാ, എല്ലായിടവും കാണിച്ചു തരാം. ചെറുപുഞ്ചിരിയോടെ ആരു പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ എഡ്ഡി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. എല്ലായിടത്തും പോകാം കൊച്ചേ, പക്ഷേ ഇപ്പോൾ എനിക്കൊന്ന് ഫ്രഷ് ആവണം. ട്രാവൽ ചെയ്തു വന്നതല്ലേ, വല്ലാത്ത ക്ഷീണം. ആണോ? എന്നാൽ ഇവിടെ തെക്ക് ഭാഗത്തൊരു കുളമുണ്ട്. എഡ്ഡിച്ചന് ഇഷ്ടമാണെങ്കിൽ അവിടുന്ന് കുളിക്കാം. കുഞ്ഞു കുട്ടികളെപ്പോലെ കണ്ണ് വിടർത്തിക്കൊണ്ടവൾ പറഞ്ഞപ്പോൾ അവൻ അവൾക്ക് നേരെ സമ്മതമെന്നോണം കണ്ണ് ചിമ്മി കാണിച്ചു. ഇവിടെ നിൽക്കിട്ടോ, ഞാൻ വേഗം പോയി ഡ്രസ്സും എണ്ണയും എടുത്തു വരാം. അതും പറഞ്ഞുകൊണ്ട് വേഗത്തിൽ അകത്തേക്ക് ഓടിപ്പോകുന്നവളെ എഡ്ഡി കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു പോയി. തൻ്റെ അരികിൽ നിൽക്കുമ്പോൾ മാത്രം അവൾക്ക് വിക്കലൊന്നും വരുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അവന് തന്നെ ചിരി വന്നു. എൻ്റെ ബൊമ്മക്കുട്ടി, ഇത്രമേൽ നിന്നിൽ ലയിച്ചു പോകാൻ മാത്രം എന്താടി നീ എനിക്ക് തന്നത്? കുസൃതി ചിരിയോടെ നെഞ്ചിൽ കൈ ചേർത്ത് കൊണ്ടവൻ പതിയെ പറഞ്ഞു. ഇതേസമയം മുകളിലെ കീർത്തുവിൻ്റെ മുറിയിൽ സോഫയിലിരുന്ന് ഫോൺ ചെയ്യുകയാണ് അപ്പു. അവൻ്റെ മടിയിലായി കീർത്തുവുമുണ്ട്. അവനെ കൊണ്ടൊന്ന് സംസാരിക്കാൻ പോലും വിടാതെ മീശ പിരിച്ചും കവിളിൽ ചുംബിച്ചും പരമാവധി വെറുപ്പിക്കുന്നുണ്ട് പെണ്ണ്. അപ്പു അവളെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ടെങ്കിലും പെണ്ണ് അതൊക്കെ പുച്ഛിച്ചുകൊണ്ട് വീണ്ടും തൻ്റെ പണി തുടർന്നു. ഒടുക്കം അവളുടെ കുറുമ്പ് കൂടിയതും അവരോട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞവൻ ഫോൺ വെച്ചതും കീർത്തുവിനെ കയ്യാൽ കോരിയെടുത്ത് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവൾക്ക് മേലെ അമർന്നതും നിമിഷ നേരം കൊണ്ടായിരുന്നു. എന്താടി, ഇപ്പോൾ നീയൊന്നും ചെയ്യുന്നില്ലേ? ചെയ്യടി, ചെയ്യാൻ. അപ്പു കുറുമ്പോടെ ചോദിച്ചപ്പോൾ കീർത്തു അവൻ്റെ പെട്ടെന്നുള്ള അറ്റാക്കിൽ പകച്ചു നിൽക്കുകയായിരുന്നു. അത് പിന്നെ ഏട്ടനെ എനിക്ക് കുറേ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ? ചുണ്ട് ചുളുക്കിക്കൊണ്ടവൾ പറഞ്ഞപ്പോൾ അപ്പു അവളെ ചെറുപുഞ്ചിരിയോടെ നോക്കി. ശേഷം അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ച ശേഷം അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. അവൻ്റെ പ്രവൃത്തിയിൽ കീർത്തു നാണത്തോടെ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ അടച്ചു. അവൻ്റെ കരവലയത്തിനുള്ളിൽ ഒതുങ്ങിക്കൊണ്ടവളും അവളുടെ ചൂടിൽ ഒതുങ്ങിക്കൊണ്ടവനും പതിയെ നിദ്രയെ പുൽകി. ഇതേസമയം നീണ്ടു വിശാലമായി കിടക്കുന്ന കുളത്തിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് എഡ്ഡി. അവൻ്റെ തൊട്ടുപിറകിലുള്ള പടിയിലായി ആരുവും ഇരിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും മിഴികൾ ഇളം പച്ച നിറത്തിലുള്ള കുളത്തിലും അതിൻ്റെ ഓരത്തായി വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ പൂക്കളിലുമായിരുന്നു. എഡ്ഡിച്ച, ഏറെ നേരമായിട്ടും കുളത്തിൽ നിന്നും കണ്ണു മാറ്റാതെ ഇരിക്കുന്നവനെ നോക്കി ആരു പതിയെ തോളിൽ കൈവച്ച് വിളിച്ചു. അപ്പോളായിരുന്നു എഡ്ഡി സ്വബോധത്തിൽ വന്നത്. അത്രയും നേരം അവൻ്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. എന്താ ആദ്യ, അത് കുളിക്കുന്നില്ലേ? ദാ എണ്ണ. അവന് നേരെ കുപ്പി നീട്ടിക്കൊണ്ടവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ നോക്കി കുറുമ്പോടെ വേണ്ടെന്ന് തലയാട്ടി. ഇച്ചായൻ്റെ ബൊമ്മക്കുട്ടി കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് അതൊക്കെ ചെയ്യുന്നേ? അതിനല്ലേ എൻ്റെ കൊച്ചുള്ളത്. വാ, വേഗം തേച്ചു തന്നെ. കുറുമ്പോടെ പറഞ്ഞുകൊണ്ടവൻ എഴുന്നേറ്റപ്പോൾ അവനേക്കാൾ വേഗത്തിൽ പകച്ചു കൊണ്ടവളും എഴുന്നേറ്റ് നിന്നു. എന്താ, ഇച്ചായനെ കൊച്ചു ചെയ്തു തരില്ലേ?
ഒന്നും മിണ്ടാതെ പിടയ്ക്കുന്ന മിഴികളോട് കൂടെ തന്നെ നോക്കി നിൽക്കുന്ന ആരുവിൻ്റെ ഇടുപ്പിൽ കൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു കൊണ്ടവൻ ചോദിച്ചു. അപ്പോൾ ആ നിമിഷം അവൻ്റെ കൈകൾ അവൾ ഉടുത്തിരുന്ന ധാവണി വകഞ്ഞുകൊണ്ടവളുടെ അണിവയറിൽ പതിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളംകൈയിലെ ചൂടിൽ പൊള്ളിപ്പിടഞ്ഞുകൊണ്ടവൾ അവൻ്റെ തോളിലായി പിടിമുറുക്കി. എഡ്ഡിച്ചാ വിറച്ചുകൊണ്ടവൾ അവനെ വിളിച്ചപ്പോൾ ഞൊടിയിട കൊണ്ട് എഡ്ഡി ആരുവിൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. അവൻ്റെ ചുണ്ടും നാവും ഒരുപോലെ അവളുടെ വിയർപ്പ് പൊടിഞ്ഞ കഴുത്തിൽ അലഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ അവനെ ചേർത്ത് നിർത്തണോ തള്ളി മാറ്റണോ എന്നറിയാതെ പകച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ആരു. എന്നാൽ ഈ സമയം എഡ്ഡി തന്നോട് ചേർന്ന് നിൽക്കുന്നവളുടെ സാമീപ്യത്തിൽ ചുറ്റുമുള്ളതെല്ലാം മറന്നുകൊണ്ട് അവളിൽ തന്നെ ലയിച്ചു നിൽക്കുകയായിരുന്നു. ഒടുക്കം അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ നിന്നും മാറിലേക്ക് അരിച്ചിറങ്ങിയപ്പോൾ പെട്ടെന്ന് എന്തോ ബോധം വന്നതുപോലെ ആരു എഡ്ഡിയെ ശക്തിയായി തള്ളിമാറ്റി. ആരുവിൻ്റെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ ബാലൻസ് കിട്ടാതെ എഡ്ഡി കുളത്തിലേക്ക് മറിഞ്ഞു വീഴുന്നതോടൊപ്പം ആരുവിനെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. രണ്ടും കൂടെ ദേ പോകുന്നു കുളത്തിലേക്ക്. എന്താവോ എന്തോ.